ആലപ്പുഴ ജില്ലാ കോടതിയിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതായത് നവകേരള യാത്രയെ അലോസരപ്പെടുത്തുന്ന തരത്തിൽ, ശല്യപ്പെടുത്തുന്ന തരത്തിൽ, ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ, ആക്രമിക്കുന്ന സ്വഭാവത്തോടുകൂടി എത്തിയവരെ കായികമായി നേരിട്ട് മാറ്റിയ ഉദ്യോഗസ്ഥരാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്, അവരുടെ കടമയാണ്. അത് നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോഴത്തെ സർക്കാർ ചെലുത്തിയ കേസാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതി. ആലപ്പുഴ കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, മുൻ ഗൺമാൻമാർക്ക് എന്തൊക്കെയാണ് അവരുടെ കേസിൽ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്? ഇപ്പോൾ ആലപ്പുഴ പ്രതിഭാഗം അഭിഭാഷകൻ ഇപ്പോൾ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ കൊടുത്തത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബെയിലബിൾ ഒഫൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കോടതി ആ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യുകയും അതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി പ്രതികൾ സറണ്ടർ ചെയ്യാനായിട്ട് ഹാജരായി കീഴടങ്ങി ബെയിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ രാവിലെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് ബെയിലബിൾ ഒഫൻസ് മാത്രം പരാമർശിച്ചതിന് ശേഷം ഉച്ചയായപ്പോഴത്തേക്ക് നോൺ ബെയിലബിൾ ഒഫൻസായ അതുപോലെ സെഷൻസ് കോടതി കൈകാര്യം ചെയ്യേണ്ട 308 IPC പ്രകാരമുള്ള കുറ്റകൃത്യം കൂടി ആരോപിച്ചുകൊണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയിൽ വീണ്ടും ഈ 1-2 പ്രതികളും 3 മുതൽ 5 വരെ പ്രതികളുടെ ബെയിൽ ആപ്ലിക്കേഷൻ അവിടെ പെൻഡിങ് ആയിരുന്നു, വീണ്ടും കൊടുക്കാനിടയായത്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ പല കാര്യങ്ങളും ചെയ്തേക്കാം. എന്നാൽ ഒരു അന്വേഷണ ഏജൻസി കോടതിയിൽ സുതാര്യവും സത്യസന്ധവുമായ രീതിയിൽ സമീപിക്കാൻ പാടുള്ളൂ. അങ്ങനെയിരിക്കെ അതിന് ബദലായി ഇത്തരത്തിൽ കാര്യങ്ങൾ പ്രവർത്തിച്ചത് കോടതി പരാമർശിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രതി കീഴടങ്ങാൻ തയ്യാറായി കോടതിയെ ആശ്രയിക്കുമ്പോൾ അവിടെ അത് മറച്ചു വെച്ചുകൊണ്ട് ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രതി എങ്ങനെങ്കിലും കീഴടങ്ങിയ ശേഷം പ്രതിയെ നോൺ ബെയിലബിൾ ഒഫൻസ് അലജ് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമം നടത്തിയതിനെ കോടതി കണ്ടെത്തി. അതുപോലെ തന്നെ ഈ കേസിൽ ആദ്യം മുതൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പ്രതികളുടെ ആരോപണം. വ്യവസ്ഥകളുള്ള ഉത്തരവ് അത് അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കോടതിയിൽ ഇപ്പോൾ ബെയിൽ അനുവദിച്ചു എന്നുള്ളത് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. 5 പേർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയമായ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവിനെതിരെ ഒരു പ്രൊട്ടസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ ഉള്ള കേസാണ്. എന്നാൽ അതിനുശേഷം ബെയിലബിൾ ഒഫൻസ് നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കുകയും എങ്ങനെയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ ഓരോ കാര്യങ്ങളും നീക്കിയപ്പോഴാണ് ഇതിനകത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രത്യേക താല്പര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും. വലിയ അട്ടിമറി നടന്നതാണ് SIT നിലവിൽ കോടതി നടക്കുന്നത്. എം.ആർ. അജിത്കുമാർ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വലിയ അട്ടിമറി നടത്തുന്നതാണ്. അങ്ങനെ ആദ്യ അന്വേഷണത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ 19-ആം തീയതി അന്വേഷണം ഏറ്റെടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് വരെ ഏത് രീതിയിലാണ് അട്ടിമറി നടന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് കാണിക്കുന്ന യാതൊരു രേഖകളും ഈ കോടതി മുമ്പ് ഹാജരാക്കിയിട്ടില്ല. അത് വാക്കുകൾക്കെതിരെ വാക്കുകളായി മാത്രം നിൽക്കുന്നു. ജസ്റ്റ് വേർഡ്സ് അഗൻസ്റ്റ് വേർഡ്സ്. അത് ആ വൂണ്ട് സർട്ടിഫിക്കറ്റ് മനസ്സിലാക്കിയാൽ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. 1 x 1 സെൻറ്റിമീറ്റർ ഒരു ലാസറേറ്റഡ് വൂണ്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡിഫാക്റ്റോ കംപ്ലൈനൻ്റായിട്ട് ഹർജി കൊടുത്ത ആളിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന യാതൊരു മുറിവുകളും ഇല്ലെന്നാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണുന്നത്. അത് സപ്രസ് ചെയ്തതാണെങ്കിൽ, ആദ്യത്തെ അന്വേഷണ ഏജൻസി സപ്രസ് ചെയ്തതാണെങ്കിൽ 2023 മുതൽ ഇതുവരെ സമയമുണ്ടായിരുന്നു. വേറൊരു മെഡിക്കൽ സെൻറ്ററിലോ വേറെ ഒരു ഡോക്ടറെയോ സമീപിക്കാമായിരുന്നു. ആദ്യം പരിശോധിച്ച ഡോക്ടർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാമായിരുന്നു. നാളിതുവരെ അത്തരത്തിൽ യാതൊരു കാര്യങ്ങളും ഈ കേസിലുണ്ടായിട്ടില്ല.
വിധി എങ്ങനെയാണ് നോക്കി കാണുന്നത്? പൂർണ്ണമായ സംതൃപ്തിയുണ്ട്. കാരണം ഈ കേസ് വിശദമായി കോടതി ഈ ജാമ്യാപേക്ഷ വാദം കേട്ട് അതിന് ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും അതുപോലെ ഈ കേസിലെ ഡിഫാക്റ്റോ കംപ്ലയിൻറ്റിന് പറയാനുള്ള കാര്യങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം വിശകലനം ചെയ്തിട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ്റെ അന്വേഷണ ഏജൻസിയുടെ നാളിതുവരെയുള്ള പ്രവൃത്തിയുടെ ഫലം കൊണ്ട് മാത്രമാണ് അത് സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് പ്രതികൾ ആരോപിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ഇപ്പോൾ ഓർഡറിൽ അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ജാമ്യ വ്യവസ്ഥകൾ ഓർഡർ വായിച്ചു നോക്കിയതിന് ശേഷം അത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാമ്യം അപേക്ഷിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് 308 എന്നൊരു വകുപ്പില്ല എങ്കിൽ തന്നെ ഈ കേസിന് സുഗമമായ അന്വേഷണം മുന്നോട്ട് പോകും. പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവരുടെ ഒരു ചെറിയ വകുപ്പിൽ പോലും ശിക്ഷ വന്നാൽ തന്നെ അവരുടെ ജോലിയെ അത് ബാധിക്കും, ഔദ്യോഗിക ഭാവിയെ അത് ബാധിക്കും. അതിനൊക്കെ പോരാഴിക തോന്നിയ അന്വേഷണ സംഘം കൂടുതൽ ഗുരുതരമായ വകുപ്പുകളിട്ട് അവരെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ച് സമൂഹ മാധ്യമത്തിൽ ഗുരുതര കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കത്തക്ക വിധത്തിലാണ് ഇങ്ങനെ തിടുക്കത്തിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തത്. തീർച്ചയായിട്ടും അത് ശരിവെക്കുന്ന കാര്യങ്ങൾ ഈ കേസിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും കാണാൻ കഴിയും. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇപ്പോൾ കോടതിയിലുള്ള രേഖകൾ നോക്കിയാൽ തന്നെ എന്തിനാണ് ഈ 308 തിടുക്കം പിടിച്ച് 308 എന്നുള്ളൊരു വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് എന്ന് നാളിതുവരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും വിശദീകരിക്കാൻ പ്രോസിക്യൂഷനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കോ കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചിരുന്നത് ഇതിനകത്തെ ഡിഫാക്റ്റോ കംപ്ലൈനൻറ്റും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും ഈ വാഹനം പോയതിന് ശേഷം മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന വാഹനം പോയതിന് ശേഷം പോലീസ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിച്ചു എന്നാണ്. എന്നാൽ അവർ തന്നെ ഹാജരാക്കിയ വിഷ്വൽസിൽ കോടതിയിൽ ആ കാര്യം വെളിവായിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടായ സംഭവമല്ല. അവർ ബസ്സിനോട് ചേർന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിൻ്റെ ആ ഭാഗത്തോട് ചേർന്ന് അവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ചാടി വീഴുന്നതും ആ വിഷ്വൽസിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ഗുരുതരമായ പരിക്കുകൾ ആരോപിക്കുന്നതല്ലാതെ അത് മെഡിക്കൽ രേഖകളിൽ അത്തരത്തിൽ ഗുരുതരമായ യാതൊരു പരിക്കുകളുമില്ല. അതുപോലെ കോടതിയിൽ പ്രദർശിപ്പിച്ച വിഷ്വൽസിലും ഗുരുതരമായ പരിക്ക് അവർക്ക് ഏൽക്കുന്ന രീതിയിൽ തലയിലോ അല്ലെങ്കിൽ ഒരു ഉപദ്രവം ഏൽക്കുന്നതായിട്ടോ ആ വിഷ്വൽസ് കൊണ്ട് കാണാൻ കഴിയുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതികളിൽ ഇനിയും ഇതിൻ്റെ വിസ്താരം ഉണ്ടാവും. അവിടെ ഈ പ്രതികൾ അവരുടെ നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കാനായിട്ട് ഉള്ള അവസരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു.